സജീവൻ, ഞാൻ താങ്കളിലേക്ക് വരികയാണ്. ഇപ്പോൾ പി ജയരാജൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം, ഇ ഡിയെ പേടിച്ചാണ് ലീഗ് ഇങ്ങനെ ചെയ്തത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നൊരു സൂചന അദ്ദേഹം നൽകുകയുണ്ടായി. INL ഔപചാരികമായിട്ട് ഇറക്കിയിരിക്കുന്ന പ്രസ്താവന തന്നെ അങ്ങനെയാണ് പറയുന്നത്. മുസ്ലിം ലീഗ് ഒളിച്ചു കളിക്കുന്നത് ഇ ഡിയെ പേടിച്ച് എന്നാണ് INL പറഞ്ഞിരിക്കുന്നത്. അവരുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കാസിം ഇരിക്കൂറിൻ്റെ പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, ഇ ഡി ഇന്ത്യയിലാകെ പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടുകയും ഭീഷണിയിൽ നിർത്തുകയും ഭീഷണിയുടെ മുൾമുനയിൽ നിർത്തുകയും ചെയ്തിട്ടുണ്ട്. അവരൊക്കെ നിയമപരമായി അതിനെ നേരിട്ടും അതുമുതൽ ജയിലിൽ പോയി വരെ പൊരുതിക്കൊണ്ടിരിക്കുകയാണ്. മുസ്ലിം ലീഗിന് എന്താണ് അത് കഴിയാത്തത്? ഇ ഡി എന്ന് കേൾക്കുമ്പോൾ പേടിക്കുന്ന തരത്തിലേക്ക് എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗ് പോകുന്നത്? അവർ ന്യൂനപക്ഷ ജനവിഭാഗങ്ങളോട് പ്രതിജ്ഞാബദ്ധമായ, ഒപ്പം തന്നെ പിന്നോക്ക സമുദായങ്ങളോടും എന്നവർ പറയുന്നുണ്ട്. അങ്ങനെയുള്ളവരോട്, ഇവിടെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരോട് പ്രതിജ്ഞാബദ്ധമായ ഒരു രാഷ്ട്രീയ കക്ഷിയാണ്. ഇങ്ങനൊരു നീക്കം ആദ്യം നടക്കുമ്പോൾ ഇത് അപകടമാണ് എന്ന് തിരിച്ചറിയേണ്ട രാഷ്ട്രീയ ജാഗ്രത ഏറ്റവും ആദ്യം അങ്കുരിക്കണമെങ്കിൽ അത് അങ്കുരിക്കേണ്ടത് മുസ്ലിം ലീഗിലാണ്. അവർ ഇങ്ങനെ ഒരു രാഷ്ട്രീയമായ പിശക് കാട്ടുകയും ഒരു ചർച്ചകളിൽ പോലും സന്നിഹിതരാകാതെ ഒഴിഞ്ഞുമാറി നിൽക്കുകയും ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് അവരിങ്ങനെ ഇ ഡിയെ പേടിക്കുന്നത്? തീർച്ചയായും മടിയിൽ കനമുണ്ടെങ്കിൽ അത് പലപ്പോഴും പേടിക്കേണ്ട കാര്യം തന്നെയാണ്. ഇവിടെ നമുക്കറിയാം, ഇന്ത്യയിലെ പല നേതാക്കന്മാരും BJP ഇതേപോലെയുള്ള ഇ ഡി ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികളെ കാട്ടി വിരട്ടിയപ്പോൾ, അത് പറഞ്ഞിട്ട് പോലും ചില തരത്തിൽ നീക്കങ്ങൾ നടത്തിയപ്പോഴേക്കും മലക്കം മറിഞ്ഞ് BJPയോടൊപ്പം ചേർന്ന കഥ നമുക്കറിയാം. പശ്ചിമ ബംഗാളിൽ സുവേന്ദു അധികാരി തൃണമൂൽ കോൺഗ്രസിൻ്റെ സമുന്നതരായ നേതാവായിരുന്നു. പക്ഷേ വളരെ പെട്ടെന്നാണ് അദ്ദേഹം മലക്കം മറിഞ്ഞ് അപ്പുറത്തേക്ക് പോയത്. ഒരു കേസ് തനിക്കെതിരെ വന്നപ്പോൾ അദ്ദേഹം BJPയുടെ ഇപ്പോൾ ബംഗാളിലെ പരമോന്നത നേതാക്കന്മാരിൽ ഒരാളായിട്ട് മാറി. അജിത് പവാർ, മഹാരാഷ്ട്രയിൽ അജിത് പവാറിനെതിരെ ആദ്യം കേസ് വന്നു. ഉടനെ തന്നെ 3000 കോടിയുടെ അഴിമതി കേസ് വന്നപ്പോൾ അദ്ദേഹം മലക്കം മറിഞ്ഞ് അപ്പുറത്തേക്ക് പോയി. ആ കേസ് പിൻവലിച്ചപ്പോൾ തിരിച്ചിങ്ങോട്ടേക്കും മലക്കം മറിഞ്ഞു. അത് കഴിഞ്ഞ് വീണ്ടും പ്രശ്നം വന്നപ്പോൾ അദ്ദേഹം സ്വന്തം അമ്മാവനെ തള്ളി പറഞ്ഞുകൊണ്ട് വീണ്ടും അപ്പുറത്തേക്ക് പോയി പുതിയ പാർട്ടി ഉണ്ടാക്കി BJPയോടൊപ്പം ചേർന്ന് ഭരിക്കുകയാണ്. ഇങ്ങനെ BJPക്ക് വേണമെങ്കിൽ പല രീതി ഉപയോഗിക്കുക. അധികാരം പിടിച്ചെടുക്കാനും മറ്റുള്ളവരെ തങ്ങളുടെ വരുതിയിലാക്കാനും ഒക്കെ പല മാർഗങ്ങളും നടത്താറുണ്ട്. ഒന്ന്, പണത്തിൻ്റെ രീതിയാണ്. നമ്മൾ ഗോവയിലും കർണാടകയിലൊക്കെ നേരത്തെ കണ്ടതാണ്. ഭൂരിപക്ഷം നേടിയ കോൺഗ്രസ് അവിടെ പ്രതിപക്ഷത്തിരിക്കുന്നൊരവസ്ഥ ഉണ്ടാക്കിയതിന് കാരണം എന്താണെന്ന് നമുക്കറിയാം. അത് പണമല്ലാതെ മറ്റൊന്നും അല്ലായിരുന്നു എന്നുള്ള കാര്യം അറിയാം. ചിലർക്ക് പണത്തിനേക്കാൾ കൂടുതൽ ചില ഭീഷണികൾ കൊണ്ട് നടക്കും. ഞാൻ ഓർക്കുന്നത്, കേരളത്തിലെ ചില ക്രിസ്ത്യൻ സഭകൾക്ക് നേരെ അന്വേഷണം ഉണ്ടായിരുന്നു. ഇ ഡി അന്വേഷണം തുടങ്ങിയപ്പോഴേക്കും പിന്നീട് ആ മെത്രാന്മാരെല്ലാവരും അപ്പുറത്തേക്ക് മലക്കം പറഞ്ഞൊരു കഥയും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. മലക്കം പറഞ്ഞ എല്ലാവരും അങ്ങനെ പേടിച്ചിട്ടാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ചില സ്ഥലത്ത് റെയ്ഡൊക്കെ നടന്നപ്പോഴാണ് ആകെ മാറ്റം വന്നിട്ടുള്ളത്. ഇവിടെ മുസ്ലിം ലീഗിൻ്റെ പേടി ഇ ഡി ആണെന്ന് എനിക്കറിയില്ല. കാരണം അതിൻ്റെ സാധ്യത അല്ലാതെ മറ്റെന്താണെന്ന് നമുക്ക് ഞാനിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം INL പറഞ്ഞു, ഇവിടെ പി ജയരാജൻ പറഞ്ഞു, ഇങ്ങനെ എല്ലാവരും പറയുമ്പോഴും അതല്ലാതെ മറ്റെന്താണ് കാരണം? ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഏത് തീരുമാനം എടുക്കാം? മുസ്ലിം ലീഗിന് വേണമെങ്കിൽ ഈ നിലവിലുള്ള തെരഞ്ഞെടുപ്പ് രീതി മതി. പാർലമെൻറ്റിലേക്കാണെങ്കിലും നിയമസഭയിലേക്കാണെങ്കിലും പഞ്ചായത്ത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കാണെങ്കിലും ഒക്കെ വെവ്വേറെ സമയം ഇപ്പോൾ നടക്കുന്ന പോലെ ഉള്ള തെരഞ്ഞെടുപ്പ് നടന്നാൽ മതി എന്ന് പറയാം. അതല്ല 5 വർഷത്തിലൊരിക്കൽ ഒറ്റ തെരഞ്ഞെടുപ്പ്, അത് ഇപ്പോൾ രാംനാഥ് കോവിന്ദിൻ്റെ റിപ്പോർട്ട് അനുസരിച്ചിട്ട് കേന്ദ്ര സർക്കാർ അത് അംഗീകരിച്ചിട്ടുള്ള ആ റിപ്പോർട്ട് അനുസരിച്ച് വേണമെന്ന് പറയാം. അതല്ല 10 വർഷത്തിൽ ഒരിക്കൽ വേണമെന്നോ 25 വർഷത്തിലൊരിക്കൽ ഒറ്റ തെരഞ്ഞെടുപ്പ് മതിയെന്നോ. ഇനി ഒരൊറ്റ തെരഞ്ഞെടുപ്പേ പാടുള്ളൂ. ഇനി അങ്ങോട്ടേക്ക് വേറെ തെരഞ്ഞെടുപ്പിൻ്റെ ആവശ്യമില്ല. കാരണം ലാഭമാണല്ലോ. മുസ്ലിം ലീഗ് നേരത്തെ പറഞ്ഞ കാര്യം അനുസരിച്ചിട്ടാണെങ്കിൽ സാമ്പത്തിക ലാഭം ഒരു തെരഞ്ഞെടുപ്പ് മതി. ആ പ്രധാനമന്ത്രി മരിച്ച വേണമെങ്കിൽ വേറെ പ്രധാനമന്ത്രി ആ പാർട്ടിക്ക് നിശ്ചയിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആവാം. അപ്പോൾ അങ്ങനെയൊക്കെ നിലപാടെടുക്കാം.
ആ നിലപാടെടുക്കുന്നതിനോട് നമുക്ക് അതിന് വിമർശിക്കുകയൊക്കെ ചെയ്യുമെങ്കിൽ പോലും ആ നിലപാടെടുക്കാനുള്ള സ്വാതന്ത്ര്യത്തെ നമുക്ക് കുറ്റം പറയാൻ പറ്റും. പക്ഷേ ആ നിലപാടെടുക്കുമ്പോൾ ഏത് നിലപാടാണെങ്കിലും അത് വ്യക്തമായി പറയാനുള്ള ചങ്കൂറ്റം വേണം. അതെവിടെയും പറയണം. ഈ ചർച്ചയിലാണെങ്കിലും പറയണം. മാധ്യമപ്രവർത്തകർ വന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ അജണ്ടയ്ക്കനുസരിച്ച് മറുപടി പറയാനല്ല ഞങ്ങൾ ഇരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറാതെ ഇതാണ് നിലപാട് പറയണം. ഇനി രാംനാഥ് കോവിന്ദിൻ്റെ കമ്മിറ്റി എന്ന് പറയുന്നത് തട്ടിക്കൂട്ട് കമ്മിറ്റിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞിട്ടും കാര്യമില്ല. കാരണം കേന്ദ്ര സർക്കാർ നരേന്ദ്രമോദി കുട്ടിക്കളിക്കായിട്ട് ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്യാറില്ല. നരേന്ദ്രമോദി കൃത്യമായ അജണ്ടയോട് കൂടിയിട്ടാണ് ഏത് കാര്യവും തീരുമാനിക്കുക. നല്ല കാര്യത്തിന് ആവണമെന്നില്ല. വളരെ അദ്ദേഹത്തിന് താല്പര്യമനുസരിച്ച് അജണ്ടയ്ക്ക് വേണ്ടിയിട്ട് പലതും ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ അത് വെറും തട്ടിക്കൂട്ട് കമ്മിറ്റിയാണ്, അതുകൊണ്ട് ഞങ്ങൾ അവിടെ പോവില്ല എന്ന് പറഞ്ഞിട്ട് ആ തട്ടിക്കൂട്ട് കമ്മിറ്റിയാണല്ലോ കൊടുത്ത റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഈ തീരുമാനമെടുത്തിട്ടുള്ളത്. ഇതാവാമെന്ന് പറയും. ഇനി പാർലമെൻറ്റിൽ ഈ കുറേ 10-18 ഭരണഘടനാ ഭേദഗതികൾ വേണം. അതിൻ്റെ സാധ്യതകളൊക്കെ 3-2 ഭൂരിപക്ഷം വേണ്ടാണ് പലതിനും. അപ്പോൾ അങ്ങനെയുള്ള സാധ്യതകൾ ഉണ്ടാകുമോ എന്നുള്ള കാര്യം വേറെ. പക്ഷേ അത് വളരെ സീരിയസ് ആയിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത്. ഇത് മാറ്റണമെന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് വളരെ ഉന്നതനായ ഒരാളുടെ നേതൃത്വത്തിലാണല്ലോ അത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് തട്ടുകൂട്ടി കമ്മിറ്റി എന്ന് പറഞ്ഞ എന്താ കാര്യം? അത് കഴിഞ്ഞിപ്പോൾ കൈരളി രണ്ടാമതായിട്ട് പുറത്തു കൊണ്ടുവന്നിട്ടുള്ള പഴയ 2015 റിപ്പോർട്ട് പാർലമെൻറ്റ് കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ പറയുന്നത് മുസ്ലിം ലീഗ് ഇതിനെ അഭിപ്രായമൊന്നും പറഞ്ഞില്ല. അവർ നേരം വൈകിപ്പോയി, അവർക്ക് വിമാനം കിട്ടിയില്ല എന്നൊന്നുമല്ലല്ലോ. അവർ കൃത്യമായിട്ടും ഇതിനെ അനുകൂലിച്ചു. അതിന് കാരണം സാമ്പത്തികമായിട്ടുള്ള ലാഭമുണ്ട്, സമയലാഭമുണ്ട് എന്നാണ്. ആ തീരുമാനം ഞാൻ നേരത്തെ പറഞ്ഞാൽ അവർക്ക് എടുക്കാവുന്നതാണ്. പക്ഷെ ആ തീരുമാനമെടുത്താൽ അത് പറയാനുള്ള ആർജവം അവർ കാണിക്കണം. അത് കാണിക്കാതിരിക്കുമ്പോഴാണ് ഇപ്പോഴത്തെ ഈ ആരോപണം പോലെ ED പേടിച്ചാണോ മറ്റാരെങ്കിലും പേടിച്ചാണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടാവുക. അതുകൊണ്ട് ആ ആരോപണങ്ങൾക്ക് പലപ്പോഴും സാങ്കത്യം ഉണ്ടാവുകയും ചെയ്യും. അതല്ലാതെ ഞങ്ങൾ അന്ന് അങ്ങനെ ഒരു റിപ്പോർട്ട് കൊടുത്തു, പിന്നെ ആലോചിച്ചപ്പോഴാണ് പുതിയൊരു നിലപാടെടുക്കേണ്ടി വന്നത് എന്ന് എങ്കിലും പറയണ്ടേ? അത് പറയാൻ ഒരു പ്രതിനിധിയെങ്കിലും ഈ ചർച്ചയിലേക്കൊക്കെ അയക്കേണ്ടതാണ്. ഇനി അതല്ലെങ്കിൽ അവർക്കൊരു പ്രസ്താവനയെങ്കിലും ഇറക്കാം. ഇതൊന്നും ഇറക്കാതെ ഞങ്ങളെങ്ങനെ തട്ടിക്കൂട്ട് കമ്മിറ്റിയിൽ അഭിപ്രായം പറയാറില്ല എന്ന് പറഞ്ഞിട്ട് പോയിട്ട് ഇനി നിങ്ങളുടെ അജണ്ടയ്ക്കനുസരിച്ച് മറുപടി പറയില്ല എന്ന് പറഞ്ഞ് പോകുമ്പോൾ ഇത്തരത്തിലുള്ള ഈ കാര്യങ്ങൾ, ആരോപണങ്ങൾ സ്വാഭാവികമാണ്. ഒരു പക്ഷേ ഈ ആരോപണങ്ങളൊക്കെ എന്തെങ്കിലും കഴമ്പുണ്ടായി എന്നും വരാം.